അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി HP നെറ്റ് അറബിക് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നഹ്വിലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഏരിയ ആയിട്ടുള്ള ഇസ്തിസ്നാഇനെ കുറിച്ചാണ്. ധാരാളം പരീക്ഷകൾക്കൊക്കെ ഈ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ധാരാളമായി വരാറുണ്ട്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് പോലും ഇതിൽ നിന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്, കഴിഞ്ഞ PSCക്ക്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത്രയും വളരെ പ്രധാനപ്പെട്ട ഏരിയയിൽ നിന്നുള്ള മർമ്മപ്രധാനമായിട്ടുള്ള ചില പോയിന്റുകൾ മാത്രമാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പായി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലെയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നുണർത്തിക്കൊണ്ട് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുന്നു. എന്താണ് ഇസ്തിസ്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷനിലൂടെ നമുക്ക് ആരംഭിക്കാം. ഹുവ ഇഖ്റാജു മാ ബഅദ ഇല്ല ഔ ഇഹ്ദ അഖ്വാതിഹ മിൻ അദവാത്തിൽ ഇസ്തിസ്നാഇ മിൻ ഹുക്മി മാ ഖബ്ലഹു. അതായത് ഹുവ ഇഖ്റാജു മാ ബഅദ ഇല്ല, ഇല്ലക്ക് ശേഷമുള്ളതിനെ ഒഴിവാക്കുക. ഔ ഇഹ്ദ അഖ്വാതിഹ, ഇല്ലൊരു ഉദാഹരണം, ഇല്ല അല്ലാത്ത മറ്റേതെങ്കിലും ഇസ്തിസ്നയുടെ അദാത്തുകൾക്ക് ശേഷം വരുന്നതിനെ ഒഴിവാക്കുക. മിൻ അദവാത്തിൽ ഇസ്തിസ്നാഇ മിൻ ഹുക്കുമി മാ ഖബ്ലഹു, മുമ്പുള്ളതിൻ്റെ ഹുക്കുമിൽ നിന്ന്. അപ്പോൾ ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ ഇല്ലയോ അല്ലെങ്കിൽ അതുപോലത്തെ അദാത്തോ പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുന്നതിന് പറയുന്ന പേരാണ് ഇസ്തിസ്ന എന്ന്. ഇപ്പോൾ ഏതുപോലെ ഇവിടുത്തെ ഉദാഹരണം നമുക്ക് നോക്കിയാൽ കാണാം. ജാഅത്തുല്ലാബു ഇല്ലാ അലിയൻ എന്നാണ്. അപ്പോൾ ജാഅത്തുല്ലാബു, വിദ്യാർത്ഥികൾ വന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ വിധിയിൽ നിന്നും വരുക എന്ന പ്രവൃത്തിയിൽ നിന്നും ആരെ ഒഴിവാക്കുകയാണ്? അലിയിനെ ഒഴിവാക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നതിനാണ് ഇസ്തിസ്നാ എന്ന് പറയുക. ഒരു ഇസ്തിസ്നാ ചെയ്യുന്ന സമയത്ത് അവിടെ 3 കാര്യങ്ങളുണ്ടായിരിക്കും. ഒന്ന് മുസ്തസ്ന മിൻഹു, മറ്റൊന്ന് ഹർഫുൽ ഇസ്തിസ്നാ, മറ്റൊന്ന് മുസ്തസ്ന. ഏതിനെയാണോ ഒഴിവാക്കുന്നത് ആ ഒഴിവാക്കപ്പെടുന്ന ആ വ്യക്തിയെ അല്ലെ ആ കാര്യത്തിനാണ് മുസ്തസ്ന എന്ന് പറയാം. ഏതിൽ നിന്നാണോ ഒഴിവാക്കപ്പെടുന്നത്, അതായത് ആ ആളുകൂടി ഉൾക്കൊണ്ട അല്ലെ ആ കാര്യം കൂടി ഉൾക്കൊണ്ടൊന്ന് മുമ്പുണ്ടാവില്ല, അതിൽ നിന്നാണല്ലോ ഒഴിവാക്കുന്നത്. അങ്ങനെ ഏതിൽ നിന്നാണോ ഒഴിവാക്കപ്പെടുന്നത് ആ വസ്തുവിന് മുസ്തസ്ന മിൻഹു എന്നും പറയും. ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇല്ലയോ അല്ലെ മറ്റു പദമോ അതിന് ഹർഫുൽ ഇസ്തിസ്ന എന്നും പറയും. ഇപ്പം ജാഅത്തുല്ലാബു ഇല്ലാ അലിയൻ എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിന് എടുത്താൽ അവിടെ തുല്ലാബു എന്നുള്ളതാണ് മുസ്തസ്ന മിൻഹു. കാരണം തുല്ലാബിൽ നിന്നാണ് അലിയിനെ ഒഴിവാക്കുന്നത്. അപ്പോൾ തുല്ലാബ് എന്ന് പറയുന്നതിൽ നിന്നും അലിയിനെ ഒഴിവാക്കുമ്പോൾ ആ തുല്ലാബ്, അലി കൂടി ഉൾക്കൊണ്ടിട്ടുള്ള തുല്ലാബാണ് മുസ്തസ്ന മിൻഹു. ഒഴിവാക്കപ്പെടുന്നത് അലീനെയാണ്. അപ്പോൾ അലിയാണ് അവിടെ മുസ്തസ്ന. ഇവിടെ ഇല്ലയാണ് ഉപയോഗിച്ചത്, അതാണ് ഹർഫുൽ ഇസ്തിസ്ന. ഇനി മറ്റേതെങ്കിലും ആണെങ്കിൽ അത് ഹർഫുൽ ഇസ്തിസ്ന ആയി മാറും. അങ്ങനെ മുസ്തസ്ന മിൻഹു, ഹർഫുൽ ഇസ്തിസ്ന, മുസ്തസ്ന എന്നീ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ മുസ്തസ്നയ്ക്ക് എന്ത് ഇഅ്റാബാണ് വരിക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുസ്തസ്ന മിൻഹു ഏതാണെന്നും മുസ്തസ്ന ഏതാണെന്നും ഹർഫുൽ ഇസ്തിസ്ന ഏതാണെന്നൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ കൃത്യമായിട്ട് അതിൻ്റെ ഇഅ്റാബ് മനസ്സിലാക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ആമുഖമായിട്ട് ഏതൊക്കെയാണെന്ന് വിശദീകരിച്ച് തന്നത്. ഹുറൂഫുൽ ഇസ്തിസ്നാ 8 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. ഇല്ല, ഗൈറ്, സിവ, ഖല, അദ, ഹാഷ, മാ ഖല, മാ അദ എന്നീ 8 എണ്ണമാണ് ഇസ്തിസ്നാഇൻ്റെ ഹർഫുകളായിട്ട് പറയപ്പെടുന്നത്. ഈ 8 എണ്ണം പഠിക്കുമ്പോൾ ഇല്ലക്ക് ഒരു നിയമമാണ്, ഗൈറ് സിവക്ക് മറ്റൊരു നിയമം, ഖല, അദ, ഹാഷ എന്നതിന് മറ്റൊന്ന്, മാ ഖല, മാ അദ എന്നതിന് മറ്റൊരു നിയമം. ഇങ്ങനെ 4 നിയമങ്ങളായിട്ടാണ് അതിൻ്റെ ഇഅ്റാബ് നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠിക്കുക. ഏതായാലും ഈ 8 എണ്ണമാണ് ഇസ്തിസ്നാഇൻ്റെ ഹർഫുകൾ. അതിൽ ഓരോന്നിൻ്റെയും മുസ്തസ്നയായിട്ട് വരുന്നതിൻ്റെയൊക്കെ വിധി എങ്ങനെയാണെന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. ആദ്യമായി ഇല്ല കൊണ്ട് ഇസ്തിസ്നാ ചെയ്യുന്ന സമയത്തുള്ള നിയമങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇല്ല കൊണ്ട് ഇസ്തിസ്നാ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
മുസ്തസ്ന മിൻഹു പറയുന്ന രൂപത്തിലും മുസ്തസ്ന മിൻഹു കളയുന്ന രൂപത്തിലും വരുന്നതുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇഅ്റാബിലേക്ക് പ്രവേശിക്കുന്നത്. എന്താണ് മുസ്തസ്ന മിൻഹു എന്നും എന്താണ് മുസ്തസ്ന എന്നും ഒക്കെ നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി മുസ്തസ്ന മിൻഹുവിനെ ചിലപ്പോൾ സെൻറ്റൻസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ സെൻറ്റൻസിൽ നിന്നും അത് കളഞ്ഞിട്ടുണ്ടാകും, വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെ രണ്ട് രൂപത്തിൽ വരാം. അതിന് ഉദാഹരണമാണ് ഈ സ്ലൈഡിൽ കൊടുത്തത്. ജാഅത്തുല്ലാബു ഇല്ല ഹാമിദൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അത്തുല്ലാബ് എന്ന പദമാണ് മുസ്തസ്ന മിൻഹു, അതവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തതിൽ മാ ജാ ഇല്ല ഹാമിദുൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് തുല്ലാബ് എന്ന പദം അവിടെ വന്നിട്ടില്ല. അപ്പോൾ ഒന്നാമത്തത് മുസ്തസ്ന മിന്നു പറയപ്പെട്ടതാണ്, രണ്ടാമത്തത് മുസ്തസ്ന മിന്നു കളയപ്പെട്ടതാണ്. ഇങ്ങനെ മുസ്തസ്ന മിന്നു പറയുന്ന രൂപത്തിലും മുസ്തസ്ന മിന്നു കളയുന്ന രൂപത്തിലും ഇല്ല കൊണ്ട് ഇസ്തസ്ന ചെയ്യുന്ന സ്ഥലത്ത് വരാം. ഇനി മുസ്തസ്ന മിന്നു പറയുന്ന സ്ഥലത്ത് തന്നെ പോസിറ്റീവായ രൂപത്തിലുള്ള സെൻറ്റൻസും നെഗറ്റീവായ രൂപത്തിലുള്ളതും ഉണ്ടാകും. ഇപ്പോൾ ജാഅത്തുല്ലാബു ഇല്ല ഹാമിദൻ എന്ന് പറയുമ്പം ആ സെൻറ്റൻസ് പോസിറ്റീവ് സെൻറ്റൻസാണ്, മുസ്ബത്താണ്. അവിടെ തുല്ലാബ് എന്ന മുസ്തസ്ന മിന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ രണ്ടാമത്തെ ഉദാഹരണം എടുക്കുമ്പോൾ മാ ജാഅത്തുല്ലാബു ഇല്ല ഹാമിദൻ എന്ന് പറയുമ്പോൾ അവിടെയും മുസ്തസ്ന മിന്നു പറഞ്ഞിട്ടുണ്ട്, പക്ഷേ സെൻറ്റൻസ് നെഗറ്റീവാണ്, മംഫിയാണ്, മാ ജാ എന്നാണ് വന്നത്. അപ്പം മുസ്തസ്ന മിന്നു പറയപ്പെടുന്ന സെൻറ്റൻസ് തന്നെ അത് മുസ്ബത്തായതുമുണ്ട്, മംഫി ആയതുമുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതിനനുസരിച്ചു കൊണ്ടാണ് മുസ്തസ്നയുടെ ഇഅ്റാബിൽ വ്യത്യാസം വരുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇനി മുസ്തസ്ന മിന്നു കളയുന്നതാണെങ്കിലോ അവിടെ നെഗറ്റീവായിട്ടേ ഉള്ളൂ. ഇസ്തസ്ന മുഫറഗ് എന്നും അതിന് പേര് പറയും. അത് നെഗറ്റീവിലേ വരൂ. മാ ജാ ഇല്ല ഹാബിദുൻ എന്ന രൂപത്തിലേ വരൂ. ജാ ഇല്ല ഹാബിദുൻ പോസിറ്റീവായിട്ട് വരികയില്ല. അപ്പം മുസ്തസ്ന മിന്നു കളയപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഏതേ ഉള്ളൂ, നെഗറ്റീവായതേ ഉള്ളൂ. അപ്പം മൂന്ന് തരത്തിലുണ്ട്. ഒന്ന് മുസ്തസ്ന മിന്നു പറയപ്പെട്ട പോസിറ്റീവ്, രണ്ട് മുസ്തസ്ന മിന്നു പറയപ്പെട്ട നെഗറ്റീവ്, മൂന്ന് മുസ്തസ്ന മിന്നു കളയപ്പെട്ടത്. അവിടെ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവേ ഉള്ളൂ, മുസ്തസ്ന മിന്നു കളയപ്പെട്ടത്. ഈ മൂന്നിലും ഏത് രൂപത്തിലാണ് മുസ്തസ്നയ്ക്ക് ഇഅ്റാബ് വരിക എന്നുള്ളതാണ് ഇല്ല കൊണ്ട് ഇസ്തിസ്ന ചെയ്യുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അതിലൊന്നാമത്തെ മുസ്തസ്ന മിന്നു പറയപ്പെട്ട പോസിറ്റീവായ സെൻറ്റൻസ്. മുസ്തസ്ന മിന്നു അവിടെ പറഞ്ഞിട്ടുണ്ട്, സെൻറ്റൻസ് മുസ്ബത്താണ്, പോസിറ്റീവാണ്. അവിടെ നെസ്ബ് നിർബന്ധമാണ്. ഇതാണ് ഒന്നാമത്തെ ഇല്ല കൊണ്ട് ഇസ്തസ്ന ചെയ്യുമ്പോൾ നിയമം. അതായത് ജാഅത്തുല്ലാബു ഇല്ല ഹാമിദൻ എന്ന് പറയൽ നിർബന്ധമാണ്, മുസ്തസ്നയ്ക്ക് നെസ്ബ് നിർബന്ധമാണ്. എന്തുകൊണ്ട്? മുസ്തസ്ന മിന്നു തുല്ലാബ് എന്നത് അവിടെ സെൻറ്റൻസിൽ വ്യക്തമായിട്ടുണ്ട്. സെൻറ്റൻസ് പോസിറ്റീവായ സെൻറ്റൻസ് ആണ്, നെഗറ്റീവ് അല്ല. അതുകൊണ്ട് നെസ്ബ് നിർബന്ധമാണ്. അതിൻ്റെ കൂടുതൽ ഉദാഹരണങ്ങളാണ് ഈ സ്ലൈഡിൽ കാണുന്നതൊക്കെ. ഖറഅത്തുൽ കിതാബ ഇല്ല സഫഹത്തൻ, സല്ലംതു അലൽ കാദിമീന ഇല്ല സലീമൻ, വസലൽ ളുയൂഫു ഇല്ല മുഹമ്മദൻ. അവിടെ എല്ലാം ഒന്നാമത്തേൽ കിതാബ് മുസ്തസ്ന മിൻഹുവാണ്, രണ്ടാമത്തേൽ ഖാദിമീന മുസ്തസ്ന മിൻഹുവാണ്, മൂന്നാമത്തേൽ ളുയൂഫ് മുസ്തസ്ന മിൻഹുവാണ്. അപ്പോൾ എല്ലാത്തിലും മുസ്തസ്ന മിൻഹു പറയപ്പെട്ടിട്ടുണ്ട്, സെൻറ്റൻസ് പോസിറ്റീവുമാണ്. അപ്പം ശേഷമുള്ള മുസ്തസ്നയ്ക്ക് നെസ്ബ് നിർബന്ധമാണ്. ഇല്ലാ സഫഹത്തൻ, ഇല്ലാ സലീമൻ, ഇല്ലാ മുഹമ്മദൻ എന്ന് നെസ്ബ് കൊടുത്തുകൊണ്ട് പറയണം. ഇനി രണ്ടാമത്തെ തരം എന്ന് പറയുന്നത് മുസ്തസ്ന മിന്നു പറയപ്പെട്ട നെഗറ്റീവായ സെൻറ്റൻസ് ആണ്. അവിടെയും മുസ്തസ്ന മിന്നു പറഞ്ഞിട്ടുണ്ടാകും, പക്ഷെ സെൻറ്റൻസ് നെഗറ്റീവാണ്. ഏതുപോലെ? മാ ജാഅത്തുല്ലാബു ഇല്ല ഹാമിദ് എന്ന് പറയുന്നത് പോലെ. അവിടെ ജാസ ഫിൽ മുസ്തസ്ന അൻ യുൻസബ, നെസ്ബ് ചെയ്യൽ ജായിസാണ്. ഇസ്തസ്ന എന്ന നിലക്ക് നെസ്ബ് ചെയ്യൽ ജായിസാണ്. വജാസ അൻ യത്ബഅൽ മുസ്തസ്ന മിൻഹു ഫി ഇഅ്റാബിഹി, അതോടൊപ്പം മുസ്തസ്ന മിൻഹുവായിട്ട് വന്നതിന് എന്ത് ഇഅ്റാബാണോ ആ ഇഅ്റാബ് കൊടുക്കലും ജായിസാണ്. ഇപ്പോൾ ഇവിടെ ഈ സെൻറ്റൻസിൽ മാ ജാഅത്തുല്ലാബു ഇല്ല ഹാമിദൻ എന്നും പറയാം, മാ ജാഅത്തുല്ലാബു ഇല്ല ഹാമിദുൻ എന്നും പറയാം. ഹാമിദൻ എന്ന് പറയുമ്പോൾ ഇസ്തിസ്ന എന്ന നിലക്ക് നസ്ബാണ്. ഹാമിദുൻ എന്ന് പറയുമ്പോൾ തുല്ലാബു എന്ന മുസ്തസ്ന മിൻഹുവിന് റഫ് ആയതുകൊണ്ട് ഹാമിദുൻ എന്നും പറഞ്ഞു. അവിടെ തുല്ലാബി എന്നായിരുന്നെങ്കിൽ ഹാമിദിൻ എന്നാവും. അങ്ങനെ മുസ്തസ്ന മിൻഹുവിൻ്റെ ഇഅ്റാബും കൊടുക്കാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഇല്ല കൊണ്ട് ഇസ്തസ്ന ചെയ്യുമ്പോഴുള്ള നിയമം. സെൻറ്റൻസ് നെഗറ്റീവാണ്, മുസ്തസ്ന മിൻഹു പറയപ്പെട്ടിട്ടുമുണ്ടെങ്കിൽ മുസ്തസ്നയ്ക്ക് നസ്ബും കൊടുക്കാം, മുസ്തസ്ന മിൻഹുവിൻ്റെ ഇഅ്റാബും കൊടുക്കാം.
അതിൻ്റെ കൂടുതൽ ഉദാഹരണങ്ങളാണ് ഈ സ്ലൈഡിലുള്ളത്. നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ നെഗറ്റീവ് ആക്കിയതാണ്. മാ ഖറഅതുൽ കിതാബ ഇല്ലാ സഫഹതൻ, മാ സല്ലംതു അലൽ കാദിമീന ഇല്ലാ സലീമൻ ഔ സലീമിൻ, മാ വസല ളുയൂഫു ഇല്ലാ മുഹമ്മദൻ ഔ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞത് ഇവിടെ ഇപ്പോൾ മൂന്നും മുസ്തസ്നാ മിന്നു പറയപ്പെട്ട നെഗറ്റീവായ സെൻറ്റൻസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ഇല്ലാ സഫഹത്തൻ എന്ന് പറയുന്നു, അത് ഇസ്തസ്ന എന്ന നിലക്കാണെങ്കിലും നസ്ബാണ്. പിന്നെ മുസ്തസ്നാ മിന്നുവായ കിതാബിന് നസ്ബായതുകൊണ്ട് അവിടെ നസ്ബ് മാത്രമേ വരൂ. രണ്ടാമത്തതിൽ കാദിമീനയാണ് മുസ്തസ്നാ മിൻഹു, അതിന് ജറാണ് അലൽ കാദിമീന എന്ന് വന്നത്. അപ്പം സലീമൻ എന്ന് മുസ്തസ്ന എന്ന നിലക്ക് സലീമൻ എന്ന് നസ്ബ് കൊടുത്തുകൊണ്ട് പറയാം, സലീമിൻ എന്ന് മുസ്തസ്നാ മിൻഹുവിനോട് തുടർന്നുകൊണ്ടും പറയാം. മൂന്നാമത്തതിൽ മുഹമ്മദൻ എന്ന് നസ്ബ് കൊടുത്തുകൊണ്ടും പറയാം, ളുയൂഫു എന്ന മുസ്തസ്നാ മിൻഹുവിനോട് തുടർന്നുകൊണ്ട് മുഹമ്മദുൻ എന്ന് റഫ് കൊടുത്തുകൊണ്ടും പറയാം. ഇനി മൂന്നാമത്തെ ഇനമാണ് ഇല്ല കൊണ്ട് ഇസ്തസ്ന ചെയ്യുമ്പോഴുള്ള മൂന്നാമത്തെ രൂപം മുസ്തസ്നാ മിന്നു കളയപ്പെട്ടത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെഗറ്റീവായിട്ടേ വരൂ, അതുകൊണ്ട് പ്രത്യേകം പറയേണ്ടതില്ല. മാ ജാ ഇല്ല ഹാമിദിൻ പോലെയുള്ളത് അവിടെ എന്താണ് ചെയ്യുക? അഇരിബിൽ മുസ്തസ്ന അല ഹസ്ബി മാ യഖ്തളിഹി മൗളിഹു ഫി തർകീബി കമാ ലൗ കാനത് ഇല്ല ഗൈറ മൗജൂദാന. മുസ്തസ്നയ്ക്ക് ഇറാബ് ചെയ്യും അല ഹസ്ബി മാ യഖ്തളിഹി മൗളിഹു, അതിൻ്റെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്താണോ ആവശ്യമായി വരുന്നത്, എവിടെയാണോ സെൻറ്റൻസിൽ വരുന്നത്, ഫി തർകീബി കമാ ലൗ കാനത് ഇല്ല ഗൈറ മൗജൂദ, ഇല്ല അവിടുന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്നിട്ട് സെൻറ്റൻസ് നമ്മൾ നോക്കിയാൽ ആ സെൻറ്റൻസിൽ എന്തിൻ്റെ സ്ഥാനത്താണോ, ഇപ്പോൾ ഫായിലിൻ്റെ സ്ഥാനത്താണെങ്കിൽ അതിന് റഫ് കൊടുക്കണം, മഫ്ഊലിൻ്റെ സ്ഥാനത്താണെങ്കിൽ നസ്ബ് കൊടുക്കണം. ഏതിൻ്റെ സ്ഥാനത്താണോ മുസ്തസ്നയായിട്ട് വരുന്ന പദം വരുന്നത് ആ ഇഅ്റാബ് തന്നെയാണ് ഇല്ല വന്ന് ഇസ്തസ്ന ചെയ്യുന്ന സമയത്തും ഇഅ്റാബ് ചെയ്യേണ്ടത്. എപ്പോൾ മുസ്തസ്നാ മിന്നു കളയപ്പെട്ടതാണെങ്കിൽ എന്നുള്ളതാണ്. അതിനുദാഹരണമാണ് മാ ജാ ഇല്ല ഹാമിദു എന്ന് പറഞ്ഞത്. അവിടെ മുസ്തസ്നാ മിന്നു കളയപ്പെട്ടതാണ്, മുസ്തസ്നാ മിന്നു പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇല്ല ഹാമിദുൻ എന്നാണ് ഇവിടെ പറയേണ്ടത്. കാരണം ഇല്ല ഒഴിവാക്കി കഴിഞ്ഞാൽ ഫായിലിൻ്റെ സ്ഥാനത്താണ്, മാ ജാ ഹാമിദുൻ എന്ന ഫായിലിൻ്റെ സ്ഥാനത്താണ് വരുന്നത്. ഇനി ജാക്ക് പകരം മാ റഅയ്തു ആയിരുന്നെങ്കിൽ ഹാമിദൻ എന്ന് പറയേണ്ടിയിരുന്നു. കാരണം ഇല്ല ഒഴിവാക്കിയാൽ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്താണോ അതനുസരിച്ച് ഇഅ്റാബ് ചെയ്യണം. അതിൻ്റെ കൂടുതൽ ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തത്. മാ ഖറഅതു ഇല്ലാ സഫഹത്തൻ, മുസ്തസ്നാ മിന്നു കളയപ്പെട്ടതാണ്. അപ്പോൾ ഇല്ലാ സഫഹത്തൻ എന്നാണ് ഇവിടെ പറയുക. കാരണം ഇല്ല ഒഴിവാക്കിയാൽ മാ ഖറഅതു സഫഹത്തൻ എന്നാണ് വരിക, മഫ്ഊലിൻ്റെ സ്ഥാനത്താണ്. മാ മറർത്തു ഇല്ലാ ബി മുഹമ്മദിൻ, മാ മറർത്തു ബി മുഹമ്മദിൻ എന്നാണ് ആ സ്ഥാനത്ത് വരിക. അപ്പോൾ ഇല്ല ഒഴിവാക്കിയാലും ബി വന്നതുകൊണ്ട് ജെറിൻ്റെ സ്ഥാനത്താണ്, അപ്പോൾ ഇല്ല വന്നാലും അങ്ങനെ തന്നെ. മാ വസല ഇല്ലാ മുഹമ്മദുൻ, അവിടെ മുഹമ്മദുൻ എന്നാണ് പറയുക. കാരണം മുസ്തസ്നാ മിന്നു കളയപ്പെട്ടു, ഇല്ല ഒഴിവാക്കിയാൽ ഫായിലിൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ മുസ്തസ്നാ മിന്നു കളയപ്പെട്ട സ്ഥലത്ത് ഇല്ല മാറ്റി നിർത്തിയാൽ എന്താണോ സെൻറ്റൻസിൽ ആ മുസ്തസ്നയുടെ സ്ഥാനം വരിക അതനുസരിച്ച് ഇഅ്റാബ് ചെയ്യണം എന്നുള്ളതാണ് നിയമം. ഇല്ല കൊണ്ട് ഇസ്തസ്ന ചെയ്യുന്നത് മൂന്ന് രൂപത്തിലാണ് അതിൻ്റെ ഇഅ്റാബ് മുസ്തസ്നയ്ക്ക് വരിക എന്നാണ് പറഞ്ഞത്. മുസ്തസ്നാ മിന്നു പറയപ്പെട്ട പോസിറ്റീവ് ആണെങ്കിൽ നസ്ബ് നിർബന്ധം. മുസ്തസ്നാ മിന്നു കളയപ്പെട്ട മുസ്തസ്നാ മിന്നു പറയപ്പെട്ട നെഗറ്റീവ് ആണെങ്കിൽ നസ്ബും ചെയ്യാം, മുസ്തസ്നാ മിൻഹുവിൻ്റെ ഇഅ്റാബും കൊടുക്കാം. മുസ്തസ്നാ മിന്നു കളയപ്പെട്ടതാണെങ്കിൽ ഇല്ല ഒഴിവാക്കിയാൽ സെൻറ്റൻസിൻ്റെ സ്ഥാനമനുസരിച്ച് കൊടുക്കുമ്പോൾ എന്താണോ ഇഅ്റാബ് ആ ഇഅ്റാബ് ഇസ്തസ്ന ചെയ്യുമ്പോഴും കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഗൈറ് സിവ എന്നതിൻ്റെ ഇഅ്റാബ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഗൈറ് സിവ കൊണ്ട് ഇസ്തിസ്നാ ചെയ്യുന്നതാണ്. അൽ ഇസ്തിസ്നാ ബി ഗൈരിൻ വസിവ. യുസ്തസ്നാ ബി ഗൈരിൻ വസിവ ഫയുജറുൽ ഇസ്മുല്ലദി ബഅദഹാ ബിൽ ഇളാഫത്തി വയസ്ബുതു ലഹുമാ മിൻ അൻവാഇൽ ഇഅ്റാബി മാ സബത ലിൽ ഇസ്മില്ലദി ബഅദ ഇല്ല. യുസ്തസ്നാ ബി ഗൈറ് വസിവ, ഗൈറ് കൊണ്ടും സിവ കൊണ്ടും ഇസ്തസ്ന ചെയ്യപ്പെടും. ഫയുജറുൽ ഇസ്മുല്ലദി ബഅദഹ, അപ്പോൾ ഗൈറിനും സിവക്കും ശേഷം വരുന്ന മുസ്തസ്നയായി വരുന്നതിന് ജറ് ചെയ്യപ്പെടും ബിൽ ഇളാഫ, അത് മുലാഫുൻ ഇലൈഹി എന്ന നിലയ്ക്ക് ജറായിരിക്കും എപ്പോഴും. വയസ്ബുതു ലഹുമ, അത് രണ്ടിനും ഉണ്ടാകും, ആ ഗൈറിനും സിവക്കും സ്ഥിരപ്പെടും, അതിന് വരും മിൻ അൻവാഇൽ ഇഅ്റാബി മാ സബത ലിൽ ഇസ്മില്ലദി ബഅദ ഇല്ല. ഇല്ല കൊണ്ട് ഇസ്തസ്ന ചെയ്യുന്ന സമയത്ത് ഇല്ലക്ക് ശേഷം മുസ്തസ്നയായി വരുന്നതിന് എന്തൊക്കെ ഇഅ്റാബാണോ നമ്മൾ പഠിച്ചിട്ടുള്ളത് ആ ഇഅ്റാബെല്ലാം ഗൈറിനും സിവക്കുമായിരിക്കും ഉണ്ടാവുക. ഗൈറിനും സിവക്കും ശേഷം വരുന്ന പദം മുലാഫുൻ ഇലൈഹി എന്ന നിലക്ക് ജറുമായിരിക്കും എപ്പോഴും. അതൊരു മാറ്റം മാത്രമാണ് ഗൈറ് കൊണ്ടും സിവ കൊണ്ടും ഇസ്തസ്ന ചെയ്യുമ്പോഴുള്ളത്.
അതായത് ഇല്ല കൊണ്ട് ഇസ്തസ്ന ചെയ്യുമ്പോൾ 3 നിയമങ്ങൾ നമ്മൾ പഠിച്ചു. അതുപോലെയാണ് ഇവിടെയും. ആ മുസ്തസ്ന മിന്നു പറയപ്പെടുകയും സെൻറ്റൻസ് പോസിറ്റീവുമാണെങ്കിൽ ഇല്ലയ്ക്ക് ശേഷമുള്ളതിന് നസ്ബ് എന്ന് പഠിച്ചതുപോലെ ഗൈറ് കൊണ്ടോ സിവ കൊണ്ടോ ഇസ്തസ്ന ചെയ്യുന്ന സമയത്തും മുസ്തസ്ന മിന്നു പറയപ്പെടുകയും സെൻറ്റൻസ് പോസിറ്റീവുമാണെങ്കിൽ നസ്ബ് നിർബന്ധമാണ്. നസ്ബ് ലഭിക്കുന്നത് ഗൈറിനും സിവക്കും ശേഷമുള്ളതിനല്ല, ഗൈറിനായിരിക്കും നസ്ബ്, സിവക്കും നസ്ബ് ലഭിക്കും, ശേഷമുള്ളതിന് ജെറുമായിരിക്കും മുലാഫുൻ ഇലൈഹി എന്ന നിലക്ക്. ഇനി മുസ്തസ്ന മിന്നു പറയപ്പെട്ട നെഗറ്റീവാണെങ്കിൽ ഈ ഗൈറ് സിവ എന്നീ 2 പദത്തിന് നസ്ബും കൊടുക്കാം, മുസ്തസ്ന മിൻഹുവിൻ്റെ ഇറാബും കൊടുക്കാം. അവിടെയും ശേഷം വരുന്ന ഗൈറിനും സിവക്കും ശേഷമുള്ളതിന് മുലാഫുൻ ഇലൈഹി എന്ന നിലയ്ക്ക് ജറായിരിക്കും. ഇനി മുസ്തസ്ന മിന്നു കളയപ്പെട്ടതാണെങ്കിൽ സെൻറ്റൻസിൽ എന്താണോ ഇറാബിൻ്റെ സ്ട്രക്ചറിൽ ഗൈറ് സിവ വരുന്നത് ആ ഇറാബ് അതിന് കൊടുക്കുകയും ചെയ്യണം. ഈ നിയമങ്ങളെല്ലാം ഇല്ല കൊണ്ട് ഇസ്തസ്ന ചെയ്യുന്ന സ്ഥലത്ത് പറഞ്ഞ അതേ നിയമങ്ങളാണ്. പക്ഷേ അവിടെ ഇല്ലയ്ക്ക് ശേഷമുള്ളതിനാണ് ആ ഇറാബ് വരിക. ഇവിടെ ഗൈറ് സിവ എന്നീ പദത്തിനാണ് ആ ഇറാബ് വരിക. ശേഷമുള്ളതിന് എപ്പോഴും ജറായിരിക്കുകയും ചെയ്യും. ഗൈറിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ സ്ലൈഡിലുള്ളത്. ജാ അത്തുല്ലാബു ഗൈറ ഹാമിദിൻ, മാ ജാ അത്തുല്ലാബു ഗൈറ ഹാമിദിൻ അല്ലെങ്കിൽ ഗൈറു ഹാമിദിൻ, മാ ജാ ഗൈറു ഹാമിദിൻ. ഒന്നാമത്തത് മുസ്തസ്ന മിന്നു പറയപ്പെട്ട പോസിറ്റീവാണ്. അപ്പം നസ്ബ് നിർബന്ധമാണെന്ന് പഠിച്ചതാണ്. അപ്പോൾ ഗൈറ എന്നവിടെ നിർബന്ധമായിട്ടും ഗൈറിന് നസ്ബ് കൊടുത്തുകൊണ്ട് പറയണം. ഹാമിദിൻ എന്നുള്ളത് എപ്പോഴും മുലാഫുൻ ഇലൈഹി എന്ന നിലയ്ക്ക് ജെറുമാണ്. രണ്ടാമത്തത് മാ ജാ അത്തുല്ലാബു ഗൈറ ഹാമിദിൻ ഗൈറു ഹാമിദിൻ. അവിടെ മുസ്തസ്ന മിന്നു പറയപ്പെട്ട നെഗറ്റീവാണ്. അപ്പോൾ നസ്ബ് കൊടുത്തുകൊണ്ട് ഗൈറ ഹാമിദിൻ എന്നും പറയാം. മുസ്തസ്ന മിൻഹുവായ തുല്ലാബിൻ്റെ ഇറാബ് കൊടുത്തുകൊണ്ട് ഗൈറു ഹാമിദിൻ എന്നും പറയാം. മൂന്നാമത്തത് മാ ജാ തുല്ലാബു ഗൈറു ഹാമിദിൻ. അവിടെ മുസ്തസ്ന മിന്നു കളയപ്പെട്ടതാണ്. അപ്പോൾ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് കൊണ്ട് ഇറാബ് ചെയ്തു. ഗൈറ് എന്നത് ഫായിലിൻ്റെ സ്ഥാനത്താണ്. ഇതേ സെൻറ്റൻസുകളിൽ സിവ വന്നാലും അങ്ങനെ തന്നെ. പക്ഷേ സിവയിൽ അവസാനം അലിഫായതുകൊണ്ട് അതിൻ്റെ ഇറാബ് വെളിവാവൽ മക്സൂറയായിട്ടാണ്, അത് മുഖദ്ദറായിരിക്കും എന്ന വ്യത്യാസമേ ഉള്ളൂ. ജാ തുല്ലാബു സിവാ ഹാമിദിൻ, മാ ജാ തുല്ലാബു സിവാ ഹാമിദിൻ, മാ ജാ സിവാ ഹാമിദിൻ എന്ന ഗൈറിൻ്റെ അതേ നിയമം തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഇനി മൂന്നാമത്തെ കാറ്റഗറി ആയ ഖല, അദ, ഹാഷ എന്നിവ കൊണ്ട് ഇസ്തിസ്നാ ചെയ്യുന്നതാണ്. അൽ ഇസ്തിസ്നാ ബി ഖല വ അദ വ ഹാഷ. യുസ്തസ്നാ ബി ഖല, അദ, ഹാഷ ഫയുൻസബുൽ ഇസ്മു ബഅദഹ മഫ്ഊലൻ ബിഹി അലാ അന്നഹു ഫിഅലുൻ ഔ യുജറു അലാ അന്നഹു അഹ്റുഫു ജർറിൻ. അപ്പോൾ യുസ്തസ്നാ ബി ഖല, അദ, ഹാഷ, ഖല കൊണ്ടും അദ കൊണ്ടും ഹാഷ കൊണ്ടും ഇസ്തസ്ന ചെയ്യപ്പെടും. അങ്ങനെ ചെയ്താൽ ഫയുൻസബുൽ ഇസ്മു, ഇസ്മിന് നസ്ബ് ചെയ്യപ്പെടും. ബഅദഹ, ഖലക്കും അദക്കും ഹാഷക്കും ശേഷം മുസ്തസ്നയായി വന്നതിന് നസ്ബ് ലഭിക്കും. മഫ്ഊലൻ ബിഹി അലാ അന്നഹു ഫിഅലുൻ, മഫ്ഊലൻ ബിഹി എന്ന നിലയ്ക്ക് നസ്ബാണ്. അപ്പോൾ ഖലയും അദയും ഹാഷയും ഫിഅലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അപ്പോൾ ഖല എന്നത് ഫിഅലാണ്, അതിലൊരു ഫായിൽ ലമീർ ഉണ്ടാകും, അതിന് മഫ്ഊലായിട്ടാണ് ശേഷം വരുന്ന മുസ്തസ്നയ്ക്ക് നസ്ബ് കിട്ടുന്നത്. അതുപോലെ തന്നെ അദയും ഹാഷയും. ഔ യുജറു അല്ലെങ്കിൽ ജെറ് ചെയ്യപ്പെടും, ജെറും കൊടുക്കാം. അല അന്നഹു അഹ്റുഫു ജെറിൻ, ജെറ് ചെയ്യുമ്പോൾ ഇത് ജെറിൻ്റെ ഹർഫാണ് എന്ന മാനദണ്ഡത്തിലാണ്. ഖലയും അദയും ഹാഷയും ജെറിൻ്റെ ഹർഫ് എന്ന് പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ 3 പദങ്ങളെ കൊണ്ട് ഇസ്തസ്ന ചെയ്യുമ്പോൾ 2 നിലക്ക് മുസ്തസ്നയ്ക്ക് ഇറാബ് കൊടുക്കാം. ഒന്നെങ്കിൽ നസ്ബ് കൊടുക്കാം, അല്ലെങ്കിൽ ജെറും കൊടുക്കാം. രണ്ടും ജായിസാണ്. നസ്ബാണ് കൊടുക്കുന്നതെങ്കിൽ ഈ പദങ്ങൾ ഫിഇലാണ് എന്ന മാനദണ്ഡമാണ്. ഇനി ജെറാണ് മുസ്തസ്നയ്ക്ക് കൊടുക്കുന്നതെങ്കിൽ ഈ പദങ്ങൾ ഹുറൂഫുൽ ജെറാണ് എന്ന് പരിഗണിച്ചു കൊണ്ടുമാണ് എന്ന വ്യത്യാസമേ ഉള്ളൂ. 2 രൂപത്തിലും മുസ്തസ്ന പറയാവുന്നതാണ്. അതിന് ഉദാഹരണമാണിവിടെ. ജാ അത്തുല്ലാബു ഖല ഹാമിദൻ അല്ലെ ഹാമിദിൻ, ജാ അത്തുല്ലാബു അദ ഹാമിദൻ അല്ലെ ഹാമിദിൻ, ജാ അത്തുല്ലാബു ഹാഷ ഹാമിദൻ അല്ലെങ്കിൽ ഹാമിദിൻ. ഇവിടെയൊക്കെ ഒന്നാമത്തേൽ ഖല വന്നു, 2ൽ അദ, 3ൽ ഹാഷ ഉദാഹരണം കൊടുത്താണ്. അപ്പോൾ ഹാമിദൻ എന്നും പറയാം, ഹാമിദ്ദിൻ എന്നും പറയാം. ഹാമിദൻ എന്ന് പറയുമ്പോൾ ഖലയും അദയും ഹാഷയും ഫിഅലാണ്, അതിൻ്റെ മഫ്ഊൽ എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ്. ഹാമിദ്ദിൻ എന്ന് പറയുമ്പോൾ ഈ 3 പദങ്ങളും ഹുറൂഫുൽ ജറാണ്, അതിൻ്റെ മജ്റൂർ എന്ന നിലക്കുമാണ് ജെറ് കിട്ടുന്നത്. ഇനി 4ാമത്തെ കാറ്റഗറി ആയിട്ടുള്ള
മാ ഹല മാ അദ, അദയുടെ കൂടെയും ഹലയുടെ കൂടെയും മാ ചേർന്ന് കൊണ്ട് വരാറുണ്ട്. അങ്ങനെ ഇസ്തിസ്നാ ചെയ്യുന്നതിനെ കുറിച്ചാണ്. അൽ ഇസ്തിസ്നാഉ ബി മാ ഹല വ മാ അദ വ ഇൻ സബഖത്ത് മാ ഹല ഔ അദ വജബൻ നസ്ബു. ഈ മാ ഹല എന്നോ മാ അദ എന്നോ വന്നു കഴിഞ്ഞാൽ അവിടെ നസ്ബ് നിർബന്ധമാണ്. ആ ഹലയുടെയോ അതയുടെയോ കൂടെ മാ ചേർന്ന് കൊണ്ടാണ് ഇസ്തിസ്നാ ചെയ്യുന്നതെങ്കിൽ അവിടെ നസ്ബ് നിർബന്ധമാണ്. അങ്ങനെ പറയാൻ പറ്റൂ. കാരണം മാ വന്നു കഴിഞ്ഞാൽ ഇത് ഹുറൂഫുൽ ജറ് എന്ന് പരിഗണിക്കാൻ പറ്റില്ല. ഫിഅല് എന്ന് പരിഗണിച്ചുകൊണ്ട് ശേഷമുള്ള മുസ്തസ്നക്ക് നസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. അതിനുദാഹരണമാണ് ഇവിടെ ജാഅത്തുല്ലാബു മാ ഹല ഹാമിദൻ, ജാഅത്തുല്ലാബു മാ അദ ഹാമിദൻ. ഒന്നാമത്തതിൽ മാ ഹല വന്നു, രണ്ടാമത്തതിൽ മാ അദ വന്നു. അവിടെ ഹാമിദൻ എന്ന് പറയണം, ഹാമിദിൻ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം മാ ഹല മാ അദ എന്ന് പറയുമ്പോൾ അതിനെ ഫിഅലായി പരിഗണിച്ച് ശേഷമുള്ളത് മഫ്ഊൽ എന്ന നിലയ്ക്ക് നസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ ഇതുവരെ ഇസ്തിസ്നാ എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതിനുപയോഗിക്കുന്ന 8 പദങ്ങളും അതിൻ്റെ നിയമങ്ങളും എന്തൊക്കെയാണെന്നാണ് വിശദമായിട്ട് പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് ഷിബുഹുൽ ഇസ്തിസ്നാ എന്ന ഇസ്തിസ്നയോട് സാദൃശ്യമുള്ള 2 പദങ്ങളെക്കുറിച്ചാണ്. ഷിബുഹുൽ ഇസ്തിസ്നാ യകൂനു ബി കലിമത്തൈനി ലാ സിയമ വ ബൈദ. ആ ഇസ്തിസ്നയോട് സാദൃശ്യമുള്ളത് 2 പദങ്ങളാണ് അതിൻ്റെ ഷിബുഹുൽ ഇസ്തിസ്നാ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്ന് ലാസിയമ്മ എന്ന പദവും ഒന്ന് ബൈദ എന്ന പദവും. ആ 2 കലിമത്തിൻ്റെയും പ്രത്യേകത കൂടി പറഞ്ഞിട്ട് ഇസ്തിസ്നാഇനെ കുറിച്ചുള്ള ക്ലാസ് അവസാനിപ്പിക്കുന്നതാണ്. ആദ്യമായിട്ട് ഷിബുൽ ഇസ്തിസ്നയിൽപ്പെട്ട ലാസിയമ്മയെ കുറിച്ച് പറയാം. തുസ്തഅമലു ലാസിയമ്മ ലി തർജീഹി മാ ബഅദഹ അലാ മാ ശേഷമുള്ളതിനെ മുൻപുള്ളതിനേക്കാൾ ഒന്നുകൂടി റാജിഹാക്കാൻ പ്രബലപ്പെടുത്താൻ വേണ്ടിയാണ് ലാ സിയമ എന്ന പദം ഉപയോഗിക്കുന്നത്. ഏതുപോലെ ഇജ്തഹദ തലാമീദു ലാ സിയമ ഖാലിദിൻ. വിദ്യാർത്ഥികളെല്ലാവരും വല്ലാതെ അധ്വാനിച്ചു, പ്രത്യേകിച്ചും ആര്? ഖാലിദ് ഒന്നും കൂടി. അപ്പം വിദ്യാർത്ഥികളെല്ലാവരും അധ്വാനിച്ചിട്ടുണ്ടെങ്കിലും അതിലൊന്നുകൂടി നല്ല രൂപത്തിൽ അധ്വാനിച്ചത് ഖാലിദാണ് എന്ന് ഒന്ന് റാജിഹാക്കിയിട്ട് അതിനെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ലാ സിയമ എന്ന പദം ഉപയോഗിക്കുന്നത്. ലാ സിയമ കൊണ്ട് ഇസ്തിസ്നാ ചെയ്യുമ്പോൾ അതിൻ്റെ ശേഷം വരുന്ന മുസ്തസ്നക്ക് എന്തൊക്കെ ഇറാബാണ് വരിക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇൻ കാനൽ മുസ്തസ്ന ബിഹ നക്കിറത്തൻ ജാസ ജറുഹു വറഫ്ഉഹു വനസ്ബുഹു. ലാസിയമ്മക്ക് ശേഷം വരുന്ന മുസ്തസ്ന നെക്കിറയായ പദമാണെങ്കിൽ, മഅരിഫയിലെ നെക്കിറയാണെങ്കിൽ അതിന് ജറും കൊടുക്കാം, റഫ്ഉം കൊടുക്കാം, നസ്ബും കൊടുക്കാം. 3ഉം ജായിസാണ് എന്നാണ്. ഉഹിബ്ബുൽ അസ്തിഖാ വലാസിയമ സദീഖുൻ ആഖിലുൻ. ഞാൻ കൂട്ടുകാരെ നല്ല ഇഷ്ടപ്പെടുന്ന ആളാണ്, പ്രത്യേകിച്ചും ബുദ്ധിയുള്ള കൂട്ടുകാരെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇവിടെ സദീഖുൻ എന്ന പദം നെക്കിറയായ പദമാണ് ലാ സിയമക്ക് ശേഷം വന്നിട്ടുള്ളത്, മുസ്തസ്നയായി വന്നത്. അതുകൊണ്ട് സദീഖുൻ എന്നും പറയാം, സ്വദീഖൻ എന്നും പറയാം, സ്വദീഖിൻ എന്നും പറയാം. 3 രൂപത്തിൽ ജറ് കൊടുത്തുകൊണ്ടും റഫ്ഉ കൊടുത്തുകൊണ്ടും നസ്ബ് കൊടുത്തുകൊണ്ടുമൊക്കെ പറയൽ ജായിസാണ്. ഇനി ലാസിയമ്മക്ക് ശേഷമുള്ള മുസ്തസ്ന മഅരിഫയാണെങ്കിലോ അവിടെ ജറോ റഫ്ഓ കൊടുക്കൽ ജായിസാണ്, നസ്ബ് എന്നത് പാടില്ല. ഇദാ കാനൽ മുസ്തസ്ന ബിഹ മഅരിഫത്തൻ ജാസ ജറുഹു വറഫ്ഉഹു. റഫ്ഉം പറ്റും ജറും പറ്റും. ഏതുപോലെ ഉഹിബ്ബുൽ അസ്തിഖാ വലാ സിയമ ഖലീലിൻ. ഖലീൽ എന്നതൊരു വ്യക്തിയുടെ പേരാണ്, അപ്പോൾ മഅരിഫയായ പദമാണ്. അങ്ങനെയുള്ള പേരാണെങ്കിൽ ലാ സിയമ ഖലീലിൻ എന്നും പറയാം, വലാ സിയമ ഖലീലുൻ എന്നും പറയാം. കാരണം ഖലീൽ എന്നത് മഅരിഫയാണ്, അലമായതുകൊണ്ട്. അപ്പോൾ ഖലീലൻ എന്നത് പാടില്ല. ഇതാണ് ലാ സിയമ എന്ന പദത്തിൻ്റെ നിയമം. അപ്പോൾ ലാ സിയമക്ക് ശേഷം വരുന്ന മുസ്തസ്ന അത് നെക്കിറയാണെങ്കിൽ റഫ്ഉം നസ്ബും ജറും പറ്റുമെന്നും, ലാസിയമക്ക് ശേഷം വരുന്ന മുസ്തസ്ന അത് മഅരിഫയാണെങ്കിൽ ജറും റഫ്ഉം പറ്റും എന്നുള്ളതുമാണ് ലാസിയമക്ക് ശേഷം വരുന്ന മുസ്തസ്നയുടെ നിയമം. ഇനി ബൈദ കൊണ്ട് ഇസ്തിസ്നാ ചെയ്യുന്നതാണ്. ബൈദ ഇസ്മുൻ മുലാസിമുൻ ലിന്നസ്ബി അലൽ ഇസ്തിസ്നാഇ വഹുവ യൽസമുൽ ഇലാഫത്ത ഇലൽ മസ്തറിൽ മുഅവ്വലി ബി അന്ന അല്ലത്തി
തൻസിബുൽ ഇസ്മ വ തർഫഉൽ ഖബറ. ബൈദ ഇസ്മുൻ മുലാസിമുൽ ലിന്നസ്ബി അലൽ ഇസ്തിസ്നാ. ബൈദ എന്നത് എപ്പോഴും ഇസ്തിസ്നാ എന്ന നിലയ്ക്ക് നസ്ബ് കിട്ടുന്ന പദമാണ്. വഹുവ യൽസമുൽ ഇലാഫത്ത, അതെപ്പോഴും ഇലാഫത്ത് ചെയ്തുകൊണ്ടേ വരും, നിർബന്ധമായിട്ടും മുലാഫായിട്ടേ വരും. അതിന് മുലാഫുൻ ഇലൈഹി ഉണ്ടാകും. ഇല മസ്ദറിൽ മുഅവ്വൽ, ഏതായിരിക്കും അതിന് മുലാഫുൻ ഇലൈഹി ആയിട്ട് വരിക? മസ്ദർ മുഅവ്വലായിരിക്കും ബി അന്ന, അന്നയും അല്ലത്തി തൻസിബുൽ ഇസ്മ വ തർഫഉൽ ഖബറ, ഇസ്മിന് നസ്ബും ഖബറിന് റഫ്ഉം ചെയ്യുന്ന അന്ന വരുന്ന അതിൻ്റെ മസ്ദർ മുഅവ്വലായിരിക്കും ഈ ബൈദയുടെ മുലാഫുൻ ഇലൈഹി ആയിട്ട് വരിക. കാരണം ഇന്ന അന്ന ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞതാണ്, അന്ന എന്ന് വായിക്കൽ നിർബന്ധമുള്ള സ്ഥലം അത് മസ്ദർ കൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അവിടെ ആ സ്ഥലത്ത് അന്നയെയും ഇസ്മിനെയും ഖബറിനെയും കളഞ്ഞ് മസ്ദർ സങ്കല്പിക്കാൻ പറ്റുമെങ്കിൽ അന്ന എന്ന് പറയണമെന്നൊക്കെ. അപ്പോൾ അവിടെ ഒരു മസ്ദർ ഉണ്ടാവും, ആ മസ്ദറിനാണ് മസ്ദർ മുഅവ്വൽ എന്ന് പറയുക. അങ്ങനെ അന്നയും ഇസ്മും ഖബറും വന്നിട്ടുള്ള അതിൻ്റെ മസ്ദർ മുഅവ്വലായിരിക്കും ഈ ബൈദ എന്നതിൻ്റെ മുലാഫുൻ ഇലൈഹി ആയിട്ട് വരിക. ചുരുക്കി പറഞ്ഞാൽ ബൈദയ്ക്ക് ശേഷം വരുന്നത് അന്നയും അതിൻ്റെ ഇസ്മും ഖബറും ചേർന്ന പദമായിരിക്കും. അതിനുദാഹരണമാണ് ഇന്നഹു ലകസീറുൽ മാലി ബൈദ അന്നഹു ബഖീലുൻ. അയാൾ പിശുക്കനാണെങ്കിലും ധാരാളം സമ്പത്തുള്ള മനുഷ്യനാണ്. ഇവിടെ ബൈദ എന്നതിന് ശേഷം അന്നഹു ബഖീലുൻ എന്ന് അന്നയും അതിൻ്റെ ഇസ്മും അതിൻ്റെ ഖബറുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് മുലാഫുൻ ഇലൈഹി എന്ന് പറയുന്നത് അവിടെയുള്ള മസ്ദർ മുഅവ്വലാണ്. ഈ രൂപത്തിൽ മാത്രമേ ബൈദക്ക് ശേഷം വരികയുള്ളൂ. അപ്പോൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ബൈദ എന്നത് ഇസ്തിസ്നാ എന്ന നിലക്ക് നസ്ബ് നിർബന്ധമായിട്ടും വരുന്ന പദവും ശേഷമുള്ളത് അന്നയും ഇസ്മും അതിൻ്റെ ഖബറും ആ മസ്ദർ മുഅവ്വൽ അതിൻ്റെ മുലാഫുൻ ഇലൈഹിയുമായിട്ട് മാത്രമേ ബൈദ വരികയുള്ളൂ എന്നതാണ് ബൈദയുടെ പ്രത്യേകത. അപ്പോൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഇസ്തിസ്നാഇനെ കുറിച്ചാണ്. അപ്പോൾ ഇല്ല കൊണ്ട് ഇസ്തിസ്ന ചെയ്യുമ്പോൾ അവിടെയുള്ള നിയമങ്ങൾ, പിന്നീട് സിവ കൊണ്ടും ഗൈറ് കൊണ്ടും ഇസ്തിസ്നാഇ ചെയ്യുമ്പോഴുള്ള നിയമങ്ങൾ, ഹല അദ ഹാഷ എന്നിവ കൊണ്ട് ഇസ്തിസ്നാഇ ചെയ്യുമ്പോഴുള്ള നിയമങ്ങൾ, മാ ഹല മാ അദ എന്നീ രണ്ട് പദങ്ങളെ കൊണ്ട് ഇസ്തിസ്നാഇ ചെയ്യുമ്പോഴുള്ള നിയമങ്ങൾ, അതോടൊപ്പം ഷിബുൽ ഇസ്തിസ്നാഇ എന്നറിയപ്പെടുന്ന ലാ സിയമ ബൈദ എന്നീ രണ്ട് പദങ്ങളെ കൊണ്ട് ഇസ്തിസ്നാഇ ചെയ്യുമ്പോഴുള്ള നിയമങ്ങളൊക്കെയാണ് പഠിച്ചത്. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യുക. നിങ്ങളെ സംശയങ്ങളുണ്ടെങ്കിലും കമൻ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കാണുന്ന സമയത്ത് മറുപടി തരുന്നതായിരിക്കും. വഅഖ്തതിം കലാമി ബിഹാദ വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.